ഇറാനിന്റെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 111 പ്രകാരമാണ് ഇപ്പോൾ ഈ ഒരു വമ്പൻ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഖമേനിയുടെ വധത്തിന് ശേഷം രാജ്യം ഒരു വലിയ അധികാരശൂന്യത നേരിടുകയായിരുന്നു. ഇത് പരിഹരിക്കാൻ രൂപീകരിച്ച 3-അംഗ കൗൺസിലിൽ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ചീഫ് ജസ്റ്റിസ് മുഹ്സിനി ഇജെ എന്നിവർക്കൊപ്പം ആയത്തുള്ള അലിറേസ അറാഫി കൂടി ചേരുന്നു. ആരാണ് ഈ അലിറേസ അറാഫി? ഇറാന്റെ ഗാർഡിയൻ കൗൺസിലിലെ മുതിർന്ന അംഗമായ ഇദ്ദേഹം വരും ദിവസങ്ങളിൽ ഇറാനിന്റെ താൽക്കാലിക സുപ്രീം ലീഡറായി പ്രവർത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഖമേനിയുടെ അത്രയും കടുത്ത നിലപാടുകാരനാണോ ഇയാൾ? അതോ സമാധാനത്തിന് വഴി തുറക്കുമോ? ലോകം ഉറ്റുനോക്കുന്നത് അതാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: ഈ ഒരു ഭരണമാറ്റം നടക്കുമ്പോഴും ഇസ്രായേൽ, അമേരിക്ക സൈന്യം ഇവർ അവരുടെ ആക്രമണം നിർത്തുന്നില്ല എന്നതാണ്. ഇസ്രായേൽ നടത്തിയ ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്സ് ഇപ്പോൾ ഒരു റീജിയണൽ വാർ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇതിന്റെ അലയൊലികൾ ദുബായിലും കറാച്ചിയിലും നമ്മൾ കണ്ടു. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറാന്റെ പ്രതികാര മിസൈലുകൾ പതിച്ചതിനെ തുടർന്ന് വിമാന സർവീസുകൾ താറുമാറായിരിക്കുകയാണ്. ഗൾഫ് നാടുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നിലനിൽക്കുന്നത്. ഇതിനിടയിൽ പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള അമേരിക്കൻ കൗൺസിലേറ്റിന് മുന്നിൽ വൻ സംഘർഷമാണ് നടക്കുന്നത്. പ്രതിഷേധക്കാർക്ക് നേരെ നടന്ന വെടിവയ്പിൽ 8 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സ്വഭാവം അനുസരിച്ചുള്ള ആ ഒരു കടുത്ത പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. ലോകം ഇന്നുവരെ കാണാത്ത സൈനിക കരുത്ത് ഇറാനെതിരെ ഉപയോഗിക്കുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കുന്നത്. ഇതിനകം തന്നെ 40ഓളം ഇറാൻ ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടു എന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നുണ്ടെങ്കിലും ഇറാൻ ഇത് പൂർണ്ണമായും സമ്മതിച്ചിട്ടില്ല. പലരും ചോദിക്കുന്നുണ്ട്, ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി എവിടെയെന്ന്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അദ്ദേഹം പരിക്കുകളോടെ രഹസ്യ കേന്ദ്രത്തിലുണ്ട് എന്നാണ് സൂചന. പക്ഷേ പുതിയ കൗൺസിലിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താത്തത് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. യുദ്ധവാർത്തകൾ വന്നതോടെ ആഗോള വിപണിയിൽ സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ്. പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും ഇത് ഒരുപോലെ ആഘാതമുണ്ടാക്കുന്ന ഒന്നാണ്. അലിറേസ അറാഫി നയിക്കുന്ന ഈ പുതിയ കൗൺസിൽ ട്രംപിന്റെ യുദ്ധഭീഷണികൾക്കിടയിലും ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നതാണ് നയതന്ത്ര വിദഗ്ധർ നോക്കുന്നത്. പശ്ചിമേഷ്യയിലെ ആകാശം കറുത്തിരുണ്ടിരിക്കുകയാണെങ്കിലും ഈ പുതിയ നേതൃമാറ്റം ഒരു സമാധാന കിരണമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.